CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും ലീഗ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം, ലീഗ് മെമ്പർമാർക്ക്, ലീഗ് പ്രസിഡന്റിനെതിരായി ലീഗിലൊരു വിഭാഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ്. അതിന് CPM-ന് യാതൊരു പങ്കുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൽ 7 മെമ്പർമാരാണുള്ളത്. ഞങ്ങൾ തുടക്കം മുതൽ, ഈ പഞ്ചായത്തിൻ്റെ ഭരണ തുടക്കം മുതൽ ഈ പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നടക്കുന്ന കുറവ്, ഈ പഞ്ചായത്തിലെ മറ്റുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനുമാണ് ഞങ്ങൾ ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം ഉണ്ടായത് എന്താണ്? ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വടംവലി തുടങ്ങി. അന്ന് ഒരു കൊല്ലത്തേക്ക് നൗഷാദ് അലിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി അഫ്സലാണ്, എൻ്റെ കഴിഞ്ഞു, ഇനി അഫ്സൽ വരൂ എന്ന് പറഞ്ഞിട്ട് അയാളെ മാറ്റി വേറൊരാളെ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്നു അഫ്സലിൻ്റെ കാലാവധി കഴിഞ്ഞു, ഇനി മജീദാണ് പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റ് പദത്തിനു വേണ്ടി വാശി പിടിക്കുന്ന ഒരു ഭരണസമിതിയായി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ UDF ഭരണസമിതി മാറി. UDF എന്ന് പറയാൻ വലിയ ഒരാളേ ഉള്ളൂ, മുസ്ലിം ലീഗിൻ്റെ ആളുകൾ 14 ആളുകൾ, കൃത്യമായ ഭൂരിപക്ഷം, ഇഷ്ടംപോലെ ഭൂരിപക്ഷമുള്ള 7 ആളുകളാണ് പ്രതിപക്ഷത്തുള്ളത്. ഏത് കാര്യം നടത്താനും യാതൊരു പ്രയാസവും ഇല്ലാതെ ഏത് പ്രവർത്തനം നടത്താനും ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അവർ തമ്മിലുള്ള പോര് കാരണം ഈ 7 ആളുകൾ മാറി നിൽക്കുന്നു, 7 ആളുകൾ അവിശ്വാസ പ്രമേയം കൊടുക്കുന്നു, 7 ആളുകൾ വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. ഇതൊക്കെ അവരിൽ വന്നിട്ടുള്ള, മുസ്ലിം ലീഗിന് വന്നിട്ടുള്ള അപജയമാണ്. മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ അവർ പറയുന്ന എന്താണ്? കത്ത് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടറിയുടെ കത്തുണ്ട്, ജില്ലാ സെക്രട്ടറിയുടെ കത്തുണ്ട്, പാണക്കാട് തങ്ങളെ കത്തുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെ കത്ത് വന്നിട്ടും എന്തുകൊണ്ട് മറ്റുള്ള 7 ആളുകൾ മാറിയൊന്നും? മുസ്ലിം ലീഗിൻ്റെ ഇതിൽ മത്സരിച്ച ആളുകളല്ലേ, 14 മെമ്പർമാരില്ലേ? അതെന്താ CPM-ന് എന്ത് പങ്കാതിലുള്ളത്? CPM-ൻ്റെ ഒരു മെമ്പർ പറഞ്ഞാൽ ഇവർ അപ്പുറത്തേക്ക് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്യാൻ പോവോ? ഞങ്ങൾക്കിതിൽ യാതൊരു റോളും ഇല്ലാന്നുള്ള 2 ഭാഗം ലീഗുകാർ തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായി ഉണ്ടായ ഒരു അവിശ്വാസ പ്രമേയമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഞങ്ങൾ അവഗണിക്കാൻ തീരുമാനിച്ചത്, അതിൽ പങ്കെടുക്കേണ്ട തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. നേരെ മറിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഞങ്ങൾ 7 ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് ചർച്ചയ്ക്കെടുക്കാനും അത് സംസാരിക്കാനും അതിൽ പരാജയപ്പെട്ടാലും അത് അന്തസ്സായി ജനങ്ങളോട് പറയാനും ഞങ്ങൾക്ക് കഴിയും. 14 ആളുകളെ വെച്ചുകൊണ്ട് അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ 14 ആളുകൾ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അത് നടത്താൻ കഴിയാത്ത ഈ ഭരണസമിതിയിലെ മുഴുവൻ ആളുകളും രാജിവെച്ച് പുറത്തു പോകണം. അന്തസ്സുണ്ടെങ്കിൽ ലീഗിൻ്റെ മുഴുവൻ ആളുകളും രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലേ ചെയ്യണ്ടേ? ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ? ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കൂടുന്നുണ്ടോ? ഇവിടെ ബോർഡുകൾ കൃത്യമായിട്ട് ചേരുന്നുണ്ടോ? ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ റോഡുകളുടെ സ്ഥിതി എന്താ? ഇവിടുത്തെ മാലിന്യ പ്രശ്നത്തിന്റെ സ്ഥിതി എന്താ? ഇവിടെ കുടിവെള്ള പ്രശ്നമുണ്ടായ കാര്യം എന്താ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ നയപരമായ കാര്യങ്ങളെടുത്ത് തീരുമാനമെടുത്ത് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് ഇവർക്ക് പറയാനുണ്ടോ? ഇവർ തമ്മിലുള്ള ചക്രത്തിപ്പോരിന് ഈ പഞ്ചായത്തിനെ അവർ വേദിയാക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതിനുള്ള അവസരം അവർ കാത്തിരിക്കുകയാണ്. 1 വർഷം കഴിയുമ്പോൾ ഈ പഞ്ചായത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും അതിന് മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ചെയ്യുന്നത് ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്, ഇതിൽ വെല്ലുവിളിയാണ്. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ കൂടെ നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ തെറ്റായ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.